നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ജിമ്മി പോൾ ബ്രദറിൻ്റെ ചില ആന മണ്ടത്തരങ്ങൾ പൊളിച്ചെടുക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ ചില പച്ചക്കള്ളങ്ങൾ നമ്മൾ പൊളിച്ചെടുക്കിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ആന മണ്ടത്തരങ്ങളാണ് പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ ജിമ്മി ബ്രദറെ, ഇത് ഒരു വ്യക്തിപരമായ ആക്രമണമായി കണക്കാക്കേണ്ട. കമൻറ്റുകളിൽ ബ്രദർ സ്ട്രോങ് ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത് പോലെ ഞാനും രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുന്നുവെന്ന് മാത്രം. ഇതായിരുന്നു ബ്രദറിൻ്റെ പോസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും വത്തിക്കാനും എന്താണ് പറഞ്ഞത് എന്ന് തെളിവുകൾ സഹിതം വത്തിക്കാൻ വെബ്സൈറ്റിൽ നിന്നും ഞാൻ കാണിച്ചിരുന്നു. അത് ആദ്യത്തെ വീഡിയോയിലുണ്ട്, കാണാൻ മറക്കണ്ട. യഥാർത്ഥത്തിൽ മാർപ്പാപ്പ പാപത്തെ ആശീർവദിക്കാമെന്നോ അല്ലെങ്കിൽ സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കാമെന്നോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്രദറിനെ അങ്ങനെ മാർപ്പാപ്പ പറഞ്ഞു എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരാനായിട്ട് ചാലഞ്ച് ചെയ്തത്. അതിന് ബ്രദർ തന്ന മറുപടിയാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ ചോദിച്ചതെന്താ? താങ്കൾ നടത്തിയ പ്രസ്താവന അതിന് തെളിവ് കൊണ്ടുവരാനല്ലേ? ആ തെളിവ് ഇങ്ങ് കൊണ്ടുവന്നാൽ പോരെ. അതിനിങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തണോ? അതിന് BBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു ന്യായമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ BBC ന്യൂസ് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. സ്വവർഗ വിവാഹത്തെ ബ്ലസ് ചെയ്യാൻ നല്ല BBC-ക്കാർ പോലും പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് സ്വവർഗ ദമ്പതികളെ, ആൾക്കാരെ ബ്ലസ് ചെയ്യാമെന്നാണ്, അല്ലാതെ വിവാഹത്തെ അല്ല. യേശുക്രിസ്തു മരിച്ചിട്ടില്ല, അദ്ദേഹം നേരെ ഇങ്ങ് കാശ്മീരിലേക്ക് പോകുന്നു എന്ന രീതിയിലൊക്കെ ഡോക്യുമെൻ്ററി ഇറക്കിയ ആൾക്കാരാണ് ഈ BBC. ഗോസ്പൽ ഓഫ് ജീസസ് വൈഫ് പോലെയുള്ള ഡോക്യുമെൻ്ററികൾ ചെയ്തവരാണ് ഈ BBC. അതുകൊണ്ട് BBC-യിൽ വരുന്നതൊക്കെ അപ്പടി ഫാക്റ്റാണെന്ന് വിചാരിക്കരുത് ബ്രദർ. എനിക്ക് ബ്രദർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ബ്രദറിൻ്റെ തന്നെ വാക്കുകൾ നേരിട്ട് ഇതുപോലെ സ്ക്രീൻഷോട്ട് ഇടാൻ സാഹചര്യമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ അവനും ഇവനും പറയുന്നതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്? ഈ BBC വാർത്ത വന്ന അതേ ഡിസംബർ 18 വത്തിക്കാൻ ഇറക്കിയ ഈ വിഷയത്തിൽ ഇറക്കിയ ഡോക്യുമെൻ്റ് മുഴുവനോടെ നമ്മുടെ മുന്നിൽ ഇരിക്കുകയല്ലേ. ഈ ഡോക്യുമെൻറ്റിനെ വെച്ചിട്ടല്ലേ BBC വാർത്ത ഇറക്കിയത്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഈ ഒറിജിനൽ ഡോക്യുമെൻറ്റിലേക്കല്ലേ നോക്കേണ്ടത്. 2023 ഡിസംബർ 18 വത്തിക്കാനിൽ നിന്നും ഈ വിഷയത്തിൽ ഇറക്കിയ ഡോക്യുമെൻ്റാണ് ഞാൻ ഈ പറയുന്ന ഫിഡൂസിയ സപ്ലിക്കാൻസ് ഓൺ ദ പാസ്റ്ററൽ മീനിങ് ഓഫ് ബ്ലെസ്സിങ്സ്. ഈ ഡോക്യുമെൻറ്റിനെ ഉദ്ദേശിച്ചാണ് BBC വാലും തലയുമില്ലാതെ അതേ ദിവസം വാർത്ത കൊടുത്തത്. മാത്രമല്ല, താങ്കൾ കൊണ്ടുവന്ന ഈ BBC ന്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഒരിടത്തും പറയുന്നില്ല സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കാമെന്ന്. BBC പറയുന്നില്ല. അത് സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കാം എന്ന് മാത്രമാണ് BBC-യുടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാലും തലയും ഇല്ലാതെ തെറ്റിദ്ധാരണാജനകമായ രീതിയിലാണ് അവർ വാർത്ത കൊടുത്തതെന്ന് മാത്രം. വത്തിക്കാൻ്റെ ഈ വിഷയത്തിലെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ഈ വിഷയത്തിലെ യഥാർത്ഥ നിലപാട് എന്തെന്നറിയാൻ വത്തിക്കാൻ വെബ്സൈറ്റിലെ ഒറിജിനൽ ഡോക്യുമെൻറ്റിൽ പോയി ഒന്ന് വായിക്കണം. മാർപ്പാപ്പ ശരിക്കും എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. BBC പറഞ്ഞതാണ് ശരി എന്ന് പിടിവാശി പിടിക്കുന്നത് സത്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കലാണ്. സ്വവർഗത്തിൽപ്പെട്ടവരുടെ വിവാഹം, യൂണിയനുകളെ ആശീർവദിക്കാനുള്ള അധികാരം സഭയ്ക്കില്ല എന്നും തങ്ങൾ നിസ്സഹായരും ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ളവരുമാണെന്ന് മനസ്സിലാക്കി സ്വന്തം ജീവിത രീതിക്ക് സഭയുടെ ഔദ്യോഗിക സാധ്യത ചോദിക്കാതെ, ലെജിറ്റമൈസ് ചെയ്യാൻ നോക്കാതെ, മറിച്ച് തങ്ങളുടെ ജീവിതത്തിലെയും ബന്ധങ്ങളിലെയും സത്യവും നന്മയും മാനുഷികവും നല്ലതുമായ കാര്യങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മെച്ചപ്പെടുത്താനും സൗഖ്യപ്പെടുത്താനും ഉയർത്താനും ആഗ്രഹിക്കുന്നവർക്ക്, അതായത് അനുതാപത്തോടെ തിരിച്ചു വരുന്നവർക്ക് അനുഗ്രഹം നൽകാമെന്നും സിവിൽ യൂണിയൻ ചടങ്ങുകളോട് ചേർന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ ഇത്തരം ആശീർവാദങ്ങൾ ഒരിക്കലും നൽകരുത്, അതായത് സ്വവർഗ വിവാഹത്തിൻ്റെ ഭാഗമായി ഇത്തരം അനുഗ്രഹങ്ങൾ ഒരിക്കലും നൽകരുത് എന്നും ക്രമരഹിതമായ അവസ്ഥയിലുള്ള ദമ്പതികൾക്ക് ആശീർവാദം നൽകുന്നതിനെ പ്രത്യേകം ആചാരക്രമങ്ങൾ രൂപപ്പെടുത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നും ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി വത്തിക്കാൻ പറഞ്ഞതിനെയാണ് അതിൻ്റെ വാലും തലയും വെട്ടിമാറ്റി കോണ്ടെക്സ്റ്റ് ഇല്ലാതെ സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കാം എന്ന് മാർപ്പാപ്പ പറഞ്ഞു എന്ന് മാത്രം BBC പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മുഴുവനും പറയത്തില്ല, കാരണം അതിന് മാർക്കറ്റിംഗ് വാല്യൂ ഇല്ല. മാർപ്പാപ്പ പറഞ്ഞു എന്ന് പറയുമ്പോഴേ മാർപ്പാപ്പ എവിടെയോ ആരോടോ വാഗൊണ്ട് പറഞ്ഞതങ്ങ് വായുവിൽ അലിഞ്ഞ് ഇല്ലാതായി പോയതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്.
അങ്ങനെയല്ല, അത് വളരെ വ്യക്തമായി രേഖാമൂലം വത്തിക്കാൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കാര്യമാണ്. അങ്ങനെ വത്തിക്കാൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച കാര്യം വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവിടെ കിടക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഈ BBC എന്ന് പറഞ്ഞിട്ട് തലയും കുത്തി നിൽക്കുന്നത്? മാർപ്പാപ്പ എന്താണ് പറഞ്ഞത് എന്നൊരു സംശയമുള്ളപ്പോൾ നമ്മൾ എവിടേക്കാണ് നോക്കേണ്ടത്? ഒറിജിനൽ ഡോക്യുമെന്റിലേക്ക്, അവിടേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് പറയുമ്പോൾ വത്തിക്കാൻ വെബ്സൈറ്റിൽ എന്തു പറഞ്ഞിരിക്കുന്നു എന്നതല്ലല്ലോ വിഷയം എന്നൊക്കെ പറയുന്ന ഇയാളോട് ഇനിയിപ്പോൾ ഇതെന്ത് പറയാനാണ്? എൻ്റെ ബ്രദറെ, ഇതാണ് ഒറിജിനൽ ഡോക്യുമെന്റ്. ഇത് പ്രസിദ്ധീകരിച്ച അതേ ഡിസംബർ 18 ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ പറയുന്ന ഈ BBC വാർത്ത വന്നത്. ഒറിജിനൽ ഡോക്യുമെന്റിൽ എന്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. മാർപ്പാപ്പ യഥാർത്ഥത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് വിഷയം. അല്ലാതെ കണ്ട അണ്ടനും അടകോടനും BBCയും വാലും തലയുമില്ലാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ റിപ്പോർട്ട് ചെയ്യുന്നതല്ല. ഒറിജിനൽ ഡോക്യുമെന്റ് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ അതിൽ പോയി നോക്കുക എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അതാണ് കോമൺ സെൻസ്. മറ്റേ അവയവം കൊണ്ട് ചിന്തിക്കുന്ന ബ്രദർ പറയാറുണ്ടല്ലോ, മറ്റേ അവയവം കൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന്. ആ അവയവം കൊണ്ട് ചിന്തിക്കുന്ന തലച്ചോറ് ഉപയോഗിക്കാത്ത നിങ്ങളെ പോലെയുള്ള പെന്തോ പാസ്റ്റർമാർക്ക് അതിനുള്ള വിവേകമില്ല, കോമൺ സെൻസ് ഇല്ല. ആ മറ്റേ അവയവം കൊണ്ട് ചിന്തിക്കാതെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക. വത്തിക്കാൻ വെബ്സൈറ്റിലെ ഒറിജിനൽ ഡോക്യുമെന്റ് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ചോദിക്കുന്നതാണ് ഇതിനെന്താണ് ആധികാരികത എന്ന്. അടുത്ത ആനമണ്ടത്തരം, തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ മറ്റേ അവയവം കൊണ്ട് ചിന്തിക്കുന്നതിന്റെ പ്രശ്നം. വത്തിക്കാൻ പറയുന്നതിന് വത്തിക്കാൻ ഡോക്യുമെന്റ് തന്നെയാണ് ബ്രദറെ ആധികാരികത. ബ്രദർ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളതിന് ബ്രദറിന്റെ വാക്കുകൾ തന്നെയാണ്, ബ്രദർ എഴുതിയത് തന്നെയാണ് ആധികാരികമായിട്ടുള്ളത്. ബ്രദർ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തെങ്കിലും എഴുതിയതിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നോക്കേണ്ടത് ബ്രദർ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്ന് വായിച്ചു നോക്കേണ്ടത്. അതിന് വിരുദ്ധമായി ഇനി BBC അല്ല, ഏഷ്യാനെറ്റ് അല്ല, മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്താലും ആധികാരികത ബ്രദർ നേരിട്ട് എഴുതിയ ലേഖനത്തിനാണ്. ഇനി ഇതിലും വലിയ കോമഡി, ആനമണ്ടത്തരം അടുത്ത കമന്റാണ്. വത്തിക്കാൻ വെബ്സൈറ്റിലുള്ള വത്തിക്കാന്റെ പ്രസ്താവന എടുത്ത് കാണിക്കുമ്പോൾ പറയുകയാണ് ഞാൻ പോപ്പിനെ തള്ളിയെന്ന്. എൻ്റെ പൊന്നെ, ഇതിനിപ്പോൾ ഇങ്ങനോട് എന്താ പറയേണ്ടത്? വത്തിക്കാൻ പറഞ്ഞത്, മാർപ്പാപ്പ പറഞ്ഞത് ഇതാണ് ബ്രദറെ മാർപ്പാപ്പയുടെ നിലപാട്. അത് കേൾക്കുമ്പോൾ ഞാൻ മാർപ്പാപ്പയെ തള്ളി എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ വിഡ്ഢിത്തരമാണ്. ജിമ്മി ബ്രദറെ, ഞാൻ കൊണ്ടുവന്നിട്ടത് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ വത്തിക്കാൻ വെബ്സൈറ്റിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചതാണ്. ഇതിനെ സാമാന്യവൽക്കരിച്ചാണ് വാലും തലയുമില്ലാതെ സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കാം എന്ന് മാത്രം BBC റിപ്പോർട്ട് ചെയ്തതും അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കാമെന്ന് താങ്കളെ പോലെയുള്ള മറ്റേ അവയവം കൊണ്ട് ചിന്തിക്കുന്ന പെന്തക്കോസ്ത പാസ്റ്റർമാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും. മാർപ്പാപ്പ എഴുതിയ മാർപ്പാപ്പയുടെ വാക്കുകൾ കാണുമ്പോൾ ഞാൻ പോപ്പിനെ തള്ളി എന്ന് പറയണമെങ്കിൽ താങ്കൾ ശരിക്കും തലച്ചോറ് കൊണ്ടല്ല, ആ പറഞ്ഞ മറ്റേ അവയവം കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരാംശം, സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കാമെന്ന് മാർപ്പാപ്പ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ്. അല്ലാതെ സ്വവർഗാനുരാഗം തെറ്റല്ലെന്ന് ഞാനോ മാർപ്പാപ്പയോ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ മറ്റേ അവയവം കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടോ ഇങ്ങേരുടെ തലയ്ക്കകത്തേക്ക് അത് കയറുന്നില്ല. ഇനി ഇങ്ങനെ എഴുന്നള്ളിക്കുന്ന അടുത്ത ആനമണ്ടത്തരം, എൻ്റെ ബ്രദറെ സ്വവർഗാനുരാഗം തെറ്റല്ലെന്ന് ഇവിടെ ആര് പറഞ്ഞു? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ട്രോ മാൻ എഴുന്നള്ളിക്കാതെ എന്ന്. അങ്ങനെ പറയുമ്പോഴേ ബ്രദർ ആവർത്തിച്ച് പറയുന്നത് ഞാനാണ് സ്ട്രോമാൻ ഉണ്ടാക്കുന്നതെന്നാണ്. പാവം, സ്ട്രോമാൻ എന്താണെന്ന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്താണ് സ്ട്രോമാൻ എന്നുള്ളത് ഞാൻ ബ്രദറിന് സെപ്പറേറ്റ് വീഡിയോയിൽ ക്ലാസ് എടുത്തു തരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ബ്രദർ പറയുന്നതാണ് സ്ട്രോമാൻ. അല്ലെങ്കിൽ മാർപ്പാപ്പ പറയാത്ത കാര്യം, പഠിപ്പിക്കാത്ത കാര്യം മാർപ്പാപ്പ പറഞ്ഞു എന്ന് സ്ഥാപിക്കാനായിട്ട് ബ്രദർ തല കുത്തി നിന്ന് പരിശ്രമിക്കുന്നതിനെയാണ് ഞാൻ സ്ട്രോമാൻ എന്ന് വിളിക്കുന്നത്. ഇനി ഞാനാണ് സ്ട്രോമാൻ ഉണ്ടാക്കുന്നതെന്നാണല്ലോ ബ്രദർ പറയുന്നത്. ഞാൻ ആരെയാണ് മിസ്റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയണം. ബ്രദറിനെ ആണെങ്കിൽ ബ്രദർ പറയാത്ത എന്തെങ്കിലും കാര്യം ബ്രദർ പറഞ്ഞു, ബ്രദറിന് ഇല്ലാത്തൊരു നിലപാടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞ കാര്യം, യഥാർത്ഥത്തിൽ ബ്രദറിൻ്റെ നിലപാട് എന്താണ് എന്ന് പറഞ്ഞാൽ ഞാനതങ്ങ് പിൻവലിക്കും. അതാണ് മാന്യത. അഭിപ്രായ വ്യത്യാസങ്ങളാവാം, ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് വിയോജിക്കാം. പക്ഷേ ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് മാന്യതയ്ക്ക് നിരക്കുന്നതല്ല.
എതിർപക്ഷത്തുള്ള ആളുടെ നിലപാടുമായി വിയോജിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഒരു സംവാദത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇപ്പോൾ മനസ്സിലായോ ബ്രദറെ എന്താണ് സ്ട്രോമാൻ എന്ന്? ഞാൻ ഇതേവരെ ഒരു രീതിയിലും ബ്രദറിന് ഇല്ലാത്ത നിലപാട് ബ്രദറിന് ഉണ്ടെന്ന് പറയുകയോ ബ്രദർ പറയാത്ത കാര്യങ്ങളെ ബ്രദറിൻ്റെ വായിൽ തിരികെ കയറ്റുകയോ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ബ്രദറിനും ഒരു ആരോപണം ഉണ്ടാകാൻ വഴിയില്ല. ഞാൻ സ്ട്രോമാൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ സ്ട്രോമാൻ എന്നത് ബ്രദറിന് മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. ഏതായാലും പോട്ടെ. ഇനി ബ്രദർ പറയുന്നത്, നിന്റെ പോപ്പ് സ്വർഗ വിവാഹത്തെ ആശീർവദിക്കാൻ പുരോഹിതർക്ക് അനുവാദം കൊടുത്തപ്പോൾ സ്വർഗഭോഗത്തിന് അംഗീകാരം കൊടുത്തു, മനസ്സിലാക്കാൻ അധികം വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ബ്രദറെ സ്ട്രോമാൻ. സ്വർഗ വിവാഹത്തെ ആശീർവദിക്കാൻ പുരോഹിതർക്ക് മാർപ്പാപ്പ അനുവാദം കൊടുത്തിട്ടില്ല. ഇത് വത്തിക്കാന്റെ വെബ്സൈറ്റിൽ നിന്നും മാർപ്പാപ്പയുടെ ഒറിജിനൽ ഡോക്യുമെന്റിൽ നിന്നും ഞാൻ ബ്രദറിന് കാണിച്ചു തന്നു. ബ്രദർ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനുള്ള തെളിവാണ് ബ്രദറെ ഞാൻ ചോദിക്കുന്നത്. പോപ്പ് സ്വർഗ വിവാഹത്തെ ആശീർവദിക്കാൻ പുരോഹിതർക്ക് അനുവാദം കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നതിന് എന്ത് തെളിവാണുള്ളത്? വത്തിക്കാന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് കാണിക്കുക. ഇനി നിങ്ങൾ പറയുന്ന ഈ BBC-യുടെ ലിങ്കിൽ പോലും അങ്ങനെയല്ല പറയുന്നത്. അതിൽ പറയുന്നത് സ്വർഗ ദമ്പതികളെ എന്നാണ്, വിവാഹത്തെ എന്നല്ല. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ലാതെ വരുമ്പോൾ ഇങ്ങനെ കിടന്ന് കൊഞ്ഞനം കിത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ ബ്രദറിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ബ്രദർ കുറെ എഴുത്തുകുത്തുകൾ കൊണ്ടുപോയി കമന്റ് ബോക്സിൽ സ്പാം ചെയ്യാൻ അല്ലാതെ സ്വന്തമായി ചിന്തിച്ച് ഒരക്ഷരം പറയാനുള്ള കേപ്പബിലിറ്റി ബ്രദറിനില്ല. ഞാൻ കമന്റ് എഴുതുന്നതും വീഡിയോ ചെയ്യുന്നതും ഒക്കെ 100% എൻ്റെ സ്വന്തം കണ്ടന്റാണ്. ബ്രദർ ഇടുന്ന എഴുത്തുകുത്തുകളൊക്കെ വായിച്ച് പെയിൻ എടുത്ത് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, ഓരോന്നിനും മറുപടി തരുന്നത്. കുറെ കത്തോലിക്ക വിരുദ്ധ ചവറുകൾ അവിടുന്നും ഇവിടുന്നും കിട്ടുന്നത് കൊണ്ട് കൊണ്ടുവന്ന് കമന്റ് ബോക്സിൽ സ്പാം ചെയ്ത് നിറയ്ക്കാനല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചിന്തിച്ച് പറയാനുള്ള ശേഷി ബ്രദറിനില്ലാതെ പോകാൻ കാരണം ബ്രദർ പറഞ്ഞതുപോലെ അത് മറ്റേ അവയവം കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വാ തുറന്നാൽ ഇങ്ങനത്തെ ഭൂലോക കോമഡി പറയുന്നതും ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നേരാവണ്ണം മറുപടി പറയാൻ ശേഷിയില്ലാതെ പോയതും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനു മുൻപ് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ പിന്തുണ വളരെ ആവശ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചാനൽ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കൂടാതെ നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് കിട്ടാനായിട്ട് നമുക്കൊരു കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് സംരംഭമുണ്ട്, ഷാലോംസ് ഗിഫ്റ്റിംഗ്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതാണ്. കസ്റ്റമൈസ്ഡ് ടീഷർട്ടുകൾ, വാട്ടർ ബോട്ടിലുകൾ തുടങ്ങിയ പ്രിൻറ്റിങ്, കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.